കൂട്ടുകാരൻ നമ്മുടെ ചന്ദ്രമതിക്കിട്ട് 8ന്റെ മുട്ടൻ പണി. അതേ പ്രേക്ഷകരെ, നമ്മുടെ ചന്ദ്രമതി ആ ഒരു മുതലാളിയുടെ കയ്യിൽ തല വെച്ച് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു ആധാരം വെച്ച മുതലാളി, പണയം വെച്ച മുതലാളി ഉണ്ടല്ലോ, അയാളിങ്ങനെ ശൈലപ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും, ഇന്നത്തെ എപ്പിസോഡിലുമുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയും പോകുന്നുണ്ട് അയാളെ കാണാൻ വേണ്ടി. അയാളുടെ അടുത്ത് നിന്നാണല്ലോ ആ ഒരു കാറ് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന സച്ചി. അപ്പോൾ പൈസ എന്തോ തികഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ള പൈസ നമ്മുടെ രേവതിയുടെ കയ്യിൽ നമ്മുടെ സച്ചി കൊടുത്തു വിടുന്നുണ്ട്. അയാൾ അന്നത്തെ ദിവസം ആരെന്ത് പറഞ്ഞാലും കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ കൊണ്ട് സച്ചി പോകുന്നുണ്ട് കേട്ടോ. അതേ സെയിം ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ചന്ദ്രമതി അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് അറിയില്ല ഈ ആധാരം പണയം വെച്ച ആ ഒരു മുതലാളിയാണ് ആ കടന്ന് ഉരുളുന്നതെന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് അറിയില്ല. ചന്ദ്രമതി നോക്കുമ്പോൾ കുറേ പേര് വന്ന് കാലിലൊക്കെ തൊട്ട് വണങ്ങി ഉള്ള പൈസയൊക്കെ കൊടുത്തത്. അപ്പം ചന്ദ്രമതി വിചാരിക്കുന്നത് എന്താ, അവിടെ നേർച്ചയിട്ടിട്ട് ഇയാക്കടെ കാലിൽ തൊട്ട് വണങ്ങി എല്ലാവരും പോകുന്നു എന്നാണ് ചന്ദ്രമതിയുടെ വിചാരം. അപ്പം ചന്ദ്രമതി അവിടെ കാലിൽ തൊട്ട് വിടാൻ പോകുമ്പോഴാണ് നോക്കുമ്പോൾ ഈ മുതലാളിയാട്ടോ. അപ്പോൾ ഇയാളെ കണ്ട പാടെ ചന്ദ്രമതി ഓടുക. അപ്പം അയാൾ പറയുന്നത് നിൽക്കവിടെ എന്നൊക്കെ പറയും, ഞാൻ ഇനി നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് പുറകെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ പോയി പറയുന്നുണ്ട് കേട്ടോ, ഇനി നിങ്ങളുടെ ഭർത്താവും മക്കളും വന്ന് എനിക്കൊരു പേപ്പറിൽ ആധാര പേപ്പറിൽ ഒപ്പിട്ട് തരണം, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. എനിക്ക് ഇടപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ ഫ്യൂസൊക്കെ പോയി. ദൈവമേ, ആധാരം പണയം വെച്ച കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ഇനി എന്ത് ചെയ്യും, ഇത്രയും പൈസ ചന്ദ്രമതി എവിടെ നിന്ന് ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ടെൻഷനിൽ നിൽക്കുക കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രേവതിയെ സച്ചിൻ ഉന്തിത്തള്ളി വിടുക, ഒന്ന് പോയി കൊടുക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി. അപ്പം രേവതി പറയുന്നുണ്ട്, മതി എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് കൊടുക്കാൻ, ഞാൻ കാര്യം കൂളായിട്ട് പറഞ്ഞിട്ട് വരും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് അത് എങ്ങനെയൊക്കെ മാറിയും പ്രേക്ഷകരെ, നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു കാര്യം സച്ചിയോട് പറഞ്ഞാൽ പിന്നെ തീർന്ന്. ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും അഹങ്കാരമൊക്കെ അവിടത്തോടുകൂടി കൊമ്പൊടിഞ്ഞ് വീഴും. അപ്പം എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ. ഇത്രയൊന്നും ദിവസം അവരായിരുന്നില്ല അഹങ്കരിച്ച് ഭയങ്കര രേവതിയെ തരം താഴ്ത്തിയിരുന്നതല്ലേ, ഇനി തിരിച്ചൊന്ന് കഥ മാറട്ടെ, അപ്പോഴല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ത്രില്ലുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.